നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടി ജ്വലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, സ്വർഗത്തിൻ്റെ സൈനാധിപതിയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. ജപമാല പ്രാർത്ഥനയുടെ ഏറ്റവും അവസാനത്തെ രഹസ്യത്തിൽ സ്വർഗഭൂലോകങ്ങളുടെ രാജ്ഞിയായി മുടിധരിപ്പിക്കപ്പെട്ട പരിശുദ്ധ അമ്മയെ നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. പരിശുദ്ധ കന്യകാമറിയം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ്. ലോകചരിത്രത്തിൽ ഏതെങ്കിലും രാജ്ഞിമാർ, രാജാക്കന്മാർ, പ്രധാനമന്ത്രിമാർ തൻ്റെ രാജ്യത്തിനു വേണ്ടി യുദ്ധം ചെയ്യാൻ പട്ടാളക്കാരുടെ മുൻപിൽ ആ സൈന്യത്തിൻ്റെ അധിപനായി എതിരെ വരുന്ന ശത്രു സൈന്യത്തിന് മുമ്പിൽ നിന്നുകൊടുത്തിട്ടുണ്ടോ? ഓരോ രാജ്യത്തിൻ്റെയും സൈന്യത്തിന് പ്രധാനമന്ത്രിയോ രാജാവോ രാജ്ഞിയോ അല്ല ആ യുദ്ധമുന്നണിയിൽ മുന്നിൽ നിന്ന് സർവ സൈനാധിപത്യം വഹിക്കുന്നത്. എന്നാൽ ഈ യുദ്ധത്തിൽ രാജ്ഞി സർവ സൈനാധിപയായി മുന്നിൽ നിൽക്കുകയാണ്. എന്താണ് ഈ യുദ്ധത്തിൻ്റെ പ്രത്യേകത? വിശ്വാസ പ്രമാണം പ്രഖ്യാപിക്കുമ്പോൾ ഇനിയും സംഭവിക്കാനിരിക്കുന്ന 3 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഏറ്റുപറയുന്നുണ്ട്. 3 വിശ്വാസ സത്യങ്ങൾ. ഈശോ വീണ്ടും വരും. ശരീരത്തിന് ഉയിർപ്പുണ്ട്. നിത്യ ജീവനുണ്ട്. യേശുവിൻ്റെ 2ാം വരവ് അത് വളരെ വലിയ സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അത് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായത്തിൽ 11-ാം തിരുവചനത്തിൽ യേശുവിൻ്റെ സ്വർഗാരോഹണം കണ്ടു നിൽക്കുന്ന ശിഷ്യന്മാരോട് വെള്ളവസ്ത്രമണിഞ്ഞ 2 പേർ, 2 ദൂതന്മാർ ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങൾ ഇപ്പോൾ നോക്കി നിൽക്കുന്ന സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ വീണ്ടും വരും. അവൻ സ്വർഗത്തിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ വീണ്ടും വരും. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിലുള്ള വിശ്വാസം, പ്രത്യാശ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ മഹനീയതയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ പോൾ 2-ാം മാർപ്പാപ്പ പറഞ്ഞു വെച്ചത്, യേശുവിൻ്റെ 2ാം വരവിൻ്റെ അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. യേശുവിൻ്റെ 2ാം വരവിന് വേണ്ടി വഴിയൊരുക്കാൻ, ആദ്യ വരവിന് വേണ്ടി വഴിയൊരുക്കാൻ തന്നെ നിയോഗിക്കപ്പെട്ട പരിശുദ്ധ കന്യകാമറിയം നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. അവൾ ഈ യുദ്ധത്തിൻ്റെ സർവ്വസൈന്യാധിപയാണ്. നമ്മളിന്ന് ഈ സർവ്വസൈന്യാധിപയുടെ വാക്കുകളെ ധ്യാനിച്ചുകൊണ്ട് സർവ്വസൈന്യാധിപയായ മറിയത്തിൻ്റെ 5 സവിശേഷതകളെ ധ്യാനിച്ചെടുക്കുകയാണ്. നമുക്ക് പരിശുദ്ധ അമ്മയുടെ തന്നെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. മറിയമേ, നിന്റെ ചിത്രത്തിൽ നിന്ന നേത്രങ്ങൾ കൊണ്ടു നോക്കുക. നിൻ പാതേത നിൻ മക്കൾ വന്നു നിൽക്കുന്നു. അമ്മേ കാണുക. മറിയമേ,
മറിയമേ നിന്റെ ചിത്രത്തിൽ നിന്ന നേത്രങ്ങൾ കൊണ്ടു നോക്കുക. നിൻ പാതേത നിന്മക്കൾ വന്നു നിൽക്കുന്നു അമ്മേ കാണുക. മാധുര്യമേറും നിന്നേത്രങ്ങൾ ശോഭപൂർണങ്ങളാണല്ലോ. ആ നിന്റെ തിരു നേത്രങ്ങൾ കൊണ്ടു നോക്കുക മക്കൾ ഞങ്ങളെ. മാധുര്യമേറും നിന്നേത്രങ്ങൾ ശോഭപൂർണങ്ങളാണല്ലോ. ആ നിന്റെ തിരു നേത്രങ്ങൾ കൊണ്ടു നോക്കുക മക്കൾ ഞങ്ങളെ. മറിയമേ നിന്റെ ചിത്രത്തിൽ നിന്ന നേത്രങ്ങൾ കൊണ്ടു നോക്കുക. നിൻ പാതേത നിന്മക്കൾ വന്നു നിൽക്കുന്നു അമ്മേ കാണുക. മറിയമേ നിന്റെ ചിത്രത്തിൽ നിന്ന നേത്രങ്ങൾ കൊണ്ടു നോക്കുക. നിൻ പാതേത നിന്മക്കൾ വന്നു നിൽക്കുന്നു അമ്മേ കാണുക. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്ന് ഈ ധ്യാനത്തിൻ്റെ അടിസ്ഥാന വചനമായി നമ്മൾ തിരഞ്ഞെടുക്കുക. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതലുള്ള തിരുവചനങ്ങൾ പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതമാണ്. 45-ാമത്തെ വചനം ഒരുപക്ഷെ ഈ സ്തോത്രഗീതത്തിൻ്റെ ഒരു കവാടമാണ്. പരിശുദ്ധ അമ്മയെ ചൂണ്ടിക്കൊണ്ട് എലിസബത്ത് പറയുന്ന വാക്കുകളാണിത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാം തിരുവചനം: കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. സ്വർഗത്തിൻ്റെ സർവ്വസൈന്യാധിപയായ മറിയത്തിൻ്റെ 1-ാമത്തെ സവിശേഷത മറിയം വിശ്വാസികളുടെ മാതാവാണ് എന്നുള്ളതാണ്. മറിയം വിശ്വാസികളുടെ മാതാവാണ്. കർത്താവ് അരുൾ ചെയ്തത് നിറവേറും എന്ന് അവൾ വിശ്വസിച്ചുകൊണ്ട് പുതിയ ഇസ്രായേലിൻ്റെ വിശ്വാസികളുടെ മാതാവായി മറിയം മാറുകയാണ്. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ട്: എൻ്റെ വചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുകയും അത് ശ്രവിക്കുകയും അനുസരിക്കുകയും ചെയ്ത ആദ്യ വ്യക്തി പരിശുദ്ധ കന്യകാമറിയമാണ്. എങ്കിൽ യേശുവിൻ്റെ കുടുംബത്തിൻ്റെ അമ്മ അവളാണ്. വിശ്വാസികളുടെ മാതാവാണവൾ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ വിശ്വാസികളുടെ പിതാവിനെ നമ്മൾ കാണുന്നുണ്ട്. 15-ാം അധ്യായം 5-6 തിരുവചനങ്ങൾ പറയുന്നുണ്ട്. അബ്രാഹത്തോട് ദൈവം പറയുകയാണ്, ആകാശത്തിലേക്ക് നോക്കുക, ആ ആകാശവിധാനത്തിലെ നക്ഷത്രങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താനാകുമോ
നിനക്ക് ഞാൻ അതുപോലെ മക്കളെ തരും. 6-ാമത്തെ വചനം പറയുന്നു, കർത്താവ് അരുൾ ചെയ്തത് അബ്രാഹാം വിശ്വസിച്ചു, അത് അവന് നീതിയായി ഭവിച്ചു. വിശ്വാസികളുടെ പിതാവ്. കർത്താവ് അരുൾ ചെയ്തത് അവൻ വിശ്വസിച്ചു, അവനാണ് വിശ്വാസികളുടെ പിതാവ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് അരുൾ ചെയ്തത് അവൾ വിശ്വസിച്ചു, അവളാണ് വിശ്വാസികളുടെ മാതാവ്. പ്രിയമുള്ളവരെ, ഈ സർവ്വസൈന്യാധിപയുടെ ആദ്യ സവിശേഷത, അവളുടെ ശക്തി ഈ വിശ്വാസമാണ്. അത്ഭുതകരമായ വിശ്വാസത്തിൻ്റെ ശക്തി പരിശുദ്ധ മറിയത്തിൽ നമ്മൾ കാണുന്നു. പരിശുദ്ധ അമ്മ ഇന്ന് നമ്മെ ക്ഷണിക്കുന്നത്, നമ്മെ പരിശീലിപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് ഏതൊരു പ്രതിസന്ധിയെയും വിശ്വാസം കൊണ്ട് നേരിടാനാണ്. ഏത് പ്രതികൂല സാഹചര്യത്തെയും വിശ്വാസം കൊണ്ട് നേരിടുക. ഇതാണ് വിശ്വാസികളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം നമ്മെ പഠിപ്പിക്കുന്ന പാഠം. കാനായിലെ വിവാഹ വിരുന്ന്, അവിടെ ഒരു പ്രശ്നമുണ്ടായി. ആ കുടുംബം ഒരു പ്രതിസന്ധിയെ നേരിടുകയാണ്. ആ ഭവനത്തിൽ പരിശുദ്ധ അമ്മ എന്താണ് ചെയ്യുന്നത്? പരിശുദ്ധ അമ്മയ്ക്ക് അടിസ്ഥാനപരമായി 3 കാര്യങ്ങളിൽ ഉറപ്പുണ്ട്, ബോധ്യമുണ്ട്. ഒന്നാമത്തേത്, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. അത് ദൈവദൂതൻ അവളോട് പറഞ്ഞതാണ്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. രണ്ടാമത്തേത്, കർത്താവ് അരുൾ ചെയ്യുന്നത് നിറവേറും. കർത്താവ് അരുൾ ചെയ്യുന്നത് നിറവേറും. അതവൾ അനുഭവിച്ചതാണ്. മൂന്നാമത്തേത്, യേശുവാണ് കർത്താവ്, യേശുവാണ് ദൈവം, അവൻ പറയുന്നത് സംഭവിക്കും. ഈ ഉറപ്പ്, ഈ ബോധ്യം, വിശ്വാസികളുടെ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അത്ഭുതകരമായ ഈ വിശ്വാസം, ഇതാണ് അവൾ മക്കളിലേക്ക് പകരുന്നത്. അതാണ് ഈശോയുടെ പരസ്യജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ കാനായിലെ വിവാഹ വിരുന്നിൽ നമ്മൾ കാണുന്നത്. ഇന്ന് പ്രതികൂല സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, പ്രതിസന്ധികൾ വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാകുമ്പോൾ, കാനായിലെ വിവാഹ വിരുന്നിലെ ആ വിവാഹ വീട്ടുകാരും നടത്തിപ്പുകാരും പോലെ ആ പ്രശ്നങ്ങളുടെ മുമ്പിൽ ഒരു അന്ധകാരമാണ് നമ്മൾ കാണുന്നത്. ഈ പ്രതിസന്ധിയെ, ഈ പ്രശ്നത്തെ എങ്ങനെ നേരിടും? ഇതിനൊരു ഉത്തരവില്ല. ക്ഷണിക്കപ്പെട്ടവർക്ക് ഇനി എങ്ങനെ വീഞ്ഞ് വിളമ്പിക്കൊടുക്കും? ഇത്രയും പെട്ടെന്ന് എങ്ങനെ അത് ഉണ്ടാക്കാൻ കഴിയും? ഉത്തരവില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലതിനും നമ്മുടെ ബുദ്ധിക്ക്, നമ്മുടെ ചിന്തയ്ക്ക്, മറ്റുള്ളവർക്ക് ഉത്തരം കണ്ടുപിടിച്ച് തരാനാവില്ല. ഏത് പ്രതികൂല സാഹചര്യങ്ങളുടെയും മുമ്പിലും വിശ്വാസം കൊണ്ട് അതിനെ നേരിടാൻ പഠിപ്പിക്കുന്ന അമ്മ ഒരു വലിയ പാഠം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. ഈ പ്രതികൂല സാഹചര്യത്തെ നീ എങ്ങനെ നേരിടണം? അവൾക്കറിയാം, അവൻ പറയുന്നത് ചെയ്താൽ അത് അത്ഭുതമായിരിക്കും. അവൾ അവരോട് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം തിരുവചനം, അവൻ പറയുന്നത് ചെയ്യുക. അവൻ പറയുന്നത് ചെയ്യുക, അത് ഒരെടുത്തുചാട്ടമാണ്. വിശ്വാസം എന്ന് പറയുന്നത് ബുദ്ധി കൊണ്ടോ ചിന്ത കൊണ്ടോ കണ്ടുപിടിച്ച് തെളിവുകളിലൂടെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഞാൻ വിശ്വസിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിൽ, അവന് സാധിക്കും. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ഈ ഒരു വലിയ വിശ്വാസ അനുഭവത്തിൽ അവൾ ആ വിവാഹ വിരുന്നിൽ അത്ഭുതകരമായ ഒരു അനുഭവത്തിലേക്ക് ആ കുടുംബത്തെ നയിക്കുകയാണ്. നമ്മളിന്ന് പ്രതികൂലങ്ങളുടെ ഒരു സാഹചര്യത്തിലാണ്. ധാരാളം പ്രതിസന്ധികൾ നമ്മൾ നേരിടുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ ഈ പ്രതിസന്ധികളുടെ മുൻപിൽ ഇന്ന് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ഈശോ പറയുന്നത് പോലെ, നശിപ്പിക്കാനും മോഷ്ടിക്കാനും കൊല്ലാനുമായി വരുന്നവൻ
ഇന്ന് ദൈവമക്കളിൽ നിന്ന് ഏറ്റവും ആദ്യം മോഷ്ടിക്കാൻ, നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസമാണ്. ദൈവത്തോടുള്ള വിശ്വാസത്തെ നശിപ്പിക്കുക, ഇത് ഏദൻ തോട്ടത്തിൽ അവൻ്റെ ഓപ്പറേഷനായിരുന്നു. ദൈവം പറഞ്ഞതെല്ലാം അത് കളവാണ്, അത് യാഥാർത്ഥ്യമല്ല എന്ന് ദൈവമക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പിശാച് ദൈവത്തോടുള്ള വിശ്വാസം നശിപ്പിക്കുകയാണ്. ഈ ലോകത്തിൽ വിശ്വാസത്തിൻ്റെ അമ്മയാണ് സഭ. ഈ സഭയിലുള്ള വിശ്വാസത്തെ നശിപ്പിക്കുന്നതിനു വേണ്ടി അവൻ ഇന്ന് പല വിധത്തിലുമുള്ള അടവുകൾ പയറ്റുന്നുണ്ട്. അപ്പോൾ വിശ്വാസ ജീവിതത്തിൽ ഇന്ന് പ്രതികൂലങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ, വിശ്വാസ പ്രതിസന്ധികളെ നേരിടുന്ന സാഹചര്യത്തിൽ സ്വർഗത്തിൻ്റെ സർവ സൈന്യാധിപയായ പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്ന പാഠം ഇതാണ്: ഏത് പ്രതിസന്ധികളെയും വിശ്വാസം കൊണ്ട് നേരിടുക. പ്രിയമുള്ളവരെ, നമ്മളിന്ന് പരിചിന്തനം ചെയ്യേണ്ട ഒരു വിഷയമുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, സഭാജീവിതത്തിൽ നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണോ പ്രവർത്തിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31-ാം തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ട്, തന്നിൽ വിശ്വസിക്കുന്ന യഹൂദരെ നോക്കിക്കൊണ്ടാണ് അവൻ പറയുന്നത്, നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ എൻ്റെ ശിഷ്യരാണ്. തന്നിൽ വിശ്വസിക്കുന്നവരോട്, വിശ്വസിക്കുന്നുവെന്ന് പറയപ്പെടുന്ന വിശ്വാസികളായ നമ്മോട്, സഭയോട് കർത്താവ് ഇന്ന് പറയുന്നുണ്ട്, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യരാണ്. പ്രിയമുള്ളവരെ, കർത്താവ് അരുൾ ചെയ്തത് വിശ്വസിച്ച മറിയം ഭാഗ്യവതി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കർത്താവിൻ്റെ വചനത്തിലാണ് അവളുടെ നിലപാട്. ഇന്ന് നമ്മുടെ നിലപാടുകൾ എവിടെയാണ്? നമ്മുടെ വ്യക്തി ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ഇടവകയെ, സഭാ സമൂഹത്തെ മുഴുവനും നമ്മൾ പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ആധികാരികമായി പറയാൻ സാധിക്കുമോ ദൈവവചനത്തിൻ്റെ നിലപാടാണ് നമ്മുടെ നിലപാടെന്ന്? എന്തുകൊണ്ടാണ് പല പ്രതിസന്ധികളിലും നമ്മൾ തകർന്നു പോകുന്നത്? ദൈവവചനത്തിൻ്റെ നിലപാടുകൾ നമുക്കില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ എല്ലാ മീറ്റിങ്ങുകളും, പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾ, ഇപ്പം ഇടവകയിലായാലും കൊള്ളാം, അത് മറ്റെല്ലാ മേഖലകളിലും, കൊച്ചുകുട്ടികളുടെ മീറ്റിംഗ് മുതൽ നമ്മൾ ആരംഭിക്കും, പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ. ഈ പരിശുദ്ധാത്മാവിന് ഒരു പ്രത്യേകതയുണ്ട്. എഴുന്നള്ളി വരണേ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പുറപ്പെടും. പരിശുദ്ധാത്മാവ് വന്നു, ഹാളിൽ പാട്ട് കഴിഞ്ഞു, യോഗം ആരംഭിച്ചു. പരിശുദ്ധാത്മാവ് തള്ളിക്കയറകത്ത് വരില്ല, വാതിലിൽ മുട്ടുന്നു, മേ ഐ ഗെറ്റ് ഇൻ പ്ലീസ്. ഇവിടെ ചർച്ച തുടങ്ങി. ഏതെങ്കിലും ഒരു ചർച്ച നമ്മുടെ യോഗങ്ങളിൽ, നമ്മുടെ ഉന്നതതല മീറ്റിങ്ങുകളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇംഗിതമനുസരിച്ച് ഇന്ന് മുന്നോട്ട് പോകുന്നുണ്ടോ? ചർച്ച തുടങ്ങിക്കഴിയുമ്പോഴത്തേനും കോലാഹലങ്ങളിലേക്ക്, വാഗ്വാദങ്ങളിലേക്ക്, എതിർപ്പുകളിലേക്ക് നീങ്ങുന്നു. നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് ആലോചന ചോദിക്കുന്ന തീരുമാനങ്ങളാണോ? പലപ്പോഴും ഈ തർക്കങ്ങളിലേക്ക് പോകുന്ന അവസരത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയാം. എല്ലാവരുടെയും പോക്കറ്റിൽ ഒരു കടലാസുണ്ട്, ഒരു ഹിഡൻ അജണ്ട. ഞാൻ ചിന്തിക്കുന്നത് നടപ്പിലാക്കണം. ഇതിനുള്ള വാഗ്വാദങ്ങളിലും പോരാട്ടങ്ങളിലും നമുക്കെവിടെയാണ് ദൈവവചനത്തിൻ്റെ നിലപാടുകളിൽ തീരുമാനമെടുക്കാൻ സാധിക്കുക? ഒരു നിലപാട് തറ. നിലപാട് എന്ന വാക്കിനെക്കുറിച്ച് കോഴിക്കോട് സാമൂതിരിയുടെ കാലത്ത് സാമൂതിരി കേസുകൾക്ക് അവസാന വിധി പ്രഖ്യാപിക്കാൻ വന്നു നിൽക്കുന്ന ആ സ്ഥലത്തെയാണ് നിലപാട് തറ എന്ന് പറയാറുണ്ട്. അതിൽ നിന്നാണ് അത്രയും നിലപാട് എന്ന വാക്കുണ്ടായത്. ഒരു നിലപാട്. നമ്മുടെ നിലപാടുകൾ എന്താണ്? നമുക്കൊരു പക്ഷേ ഇന്ന് തിങ്ക് ബാങ്കുകൾ ഉണ്ടാക്കാം, ചിന്തിക്കുന്ന ധാരാളം മനുഷ്യർ ചിന്തിച്ചു തരുന്ന ആശയങ്ങൾ. പക്ഷെ നമുക്ക് ആവശ്യം ഇന്ന് പ്രയർ ബാങ്കുകളാണ്. ദൈവത്തിൻ്റെ ആത്മാവിനോട് ആലോചന ചോദിക്കുന്ന ഒരു ശൈലിയിൽ ദൈവവചനത്തിൻ്റെ നിലപാടുകൾ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. എങ്കിൽ ഇന്ന് കാണുന്ന തർക്കങ്ങളും വിഘടിതമായ പല എതിർസാക്ഷ്യങ്ങളും സഭയിലോ സമൂഹത്തിലോ ഇടവകകളിലോ ഉണ്ടാവില്ല. പരിശുദ്ധ അമ്മ വിശ്വാസത്തിൻ്റെ നിലപാട് സ്വീകരിക്കാൻ
നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. വിശ്വാസത്തിൻ്റെ നിലപാടുകൾ സ്വീകരിക്കുക. എല്ലാ കാര്യങ്ങളിലും വിശ്വാസത്തിൻ്റെ, ദൈവവചനത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിത ശൈലി നമുക്ക് പടുത്തുയർത്താൻ സാധിക്കണം. പ്രിയമുള്ളവരെ, ഒരു വചനവർഷം നമ്മൾ ആഘോഷിച്ചു. വചനവർഷത്തിൽ ദൈവവചനം വായിക്കാതെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല, ഒരു മീറ്റിംഗും ഉണ്ടായിരുന്നില്ല. അത് ആ വർഷത്തിൻ്റെ ആഘോഷമായിരുന്നു. ഇന്ന് പലയിടത്തുമൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ഇടവക സമൂഹങ്ങളിലും സഭയിലും ഇന്ന് കർത്താവിൻ്റെ വചനത്തിൽ അടിത്തറയിട്ടുകൊണ്ടുള്ള ഒരു ശൈലിയിലേക്ക്, ഒരു നിലപാടിലേക്ക് മാറാൻ സ്വർഗത്തിൻ്റെ സൈന്യാധിപ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. അവൾ വിശ്വാസികളുടെ മാതാവാണ്. രണ്ടാമത്തെ പ്രത്യേകത, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അമ്മയുടെ തന്നെ വാക്കുകളിൽ 46-ാമത്തെ തിരുവചനത്തിൽ 46-47 ലൂക്കായുടെ സുവിശേഷം 46-47 തിരുവചനങ്ങൾ മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തെ കർത്താവെന്ന്, രക്ഷകനെന്ന് ആദ്യമായി ഏറ്റുപറഞ്ഞവൾ മറിയമാണ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഇത് പറയുമ്പോൾ അവൾക്കറിയാം അവളുടെ ഉദരത്തിൽ ഈ ദൈവമുണ്ട്. യേശുവാണ് കർത്താവ്, യേശുവാണ് രക്ഷകൻ. ഇത് പ്രഖ്യാപിക്കുന്നവളാണ് മറിയം. അപ്പോൾ മറിയം എന്ന സ്വർഗത്തിൻ്റെ സർവ്വസൈന്യാധിപയുടെ രണ്ടാമത്തെ സവിശേഷത, മറിയം ദൈവത്തെ കർത്താവും രക്ഷകനുമായി ആദ്യമായി ഏറ്റുപറഞ്ഞവൾ എന്നതാണ്. ഇന്ന് സഭ ധാരാളം പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആദിമ ക്രൈസ്തവ സമൂഹം, അവരെക്കുറിച്ച് ആർക്കും ഒരു എതിർപ്പുണ്ടായിരുന്നില്ല. അവരെല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അവർ പരസ്പരം സ്നേഹിക്കുന്നത് കണ്ട് അവർ ക്രിസ്ത്യാനികളാണ് എന്ന് തിരിച്ചറിഞ്ഞു. എവിടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്? എവിടെയാണ് സഭ പീഡനങ്ങളെ നേരിടേണ്ടി വന്നത്? എപ്പോഴാണോ യേശുവാണ് ഏക കർത്താവ്, ഏക രക്ഷകൻ എന്ന് പ്രഖ്യാപിക്കാൻ തുടങ്ങിയോ അപ്പോഴാണ് സഭ പ്രതിസന്ധികളെ നേരിടുന്നത്. സഭ പീഡനങ്ങളെ നേരിടുന്നത് യേശുവാണ് കർത്താവ്, യേശുവാണ് രക്ഷകൻ എന്ന് പറയാൻ തുടങ്ങിയപ്പോഴാണ്. തിമോത്തിയോസിന് പൗലോസ്ലീഹ എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പീഡിപ്പിക്കപ്പെടും. സഭ യേശുവിനെ കർത്താവും രക്ഷകനുമായി പ്രഖ്യാപിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന കുടുംബമാണ്. നമുക്ക് പ്രതിസന്ധികളുണ്ടാകും. ഈ പീഡനം ഒന്നാമതായി പൈശാചികമായ പീഡനമാണ്. അപ്പം ഈ പീഡനങ്ങളെ അതിജീവിക്കാൻ വേണ്ടി യേശുവാണ് കർത്താവെന്ന്, യേശുവാണ് രക്ഷകനെന്ന് ഏറ്റുപറയാനുള്ള ഒരു ശക്തി നമുക്കുണ്ടാകണം. ഈ ശക്തി പകർന്നു തരുന്നവളാണ് ഈ സൈന്യാധിപ. സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ റോമാ സാമ്രാജ്യത്തിൽ നിന്ന് ക്രിസ്ത്യാനികളെ തുടച്ചു നീക്കാൻ ആദ്യത്തെ 15 ചക്രവർത്തിമാരും അവരുടെ സകല ശക്തിയും ഉപയോഗിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളെയാണ് അവർ കൊന്നൊടുക്കിയത്. അതിൽ 9-ാമത്തെ ചക്രവർത്തിയാണ് ഡയക്ലഷ്യൻ ചക്രവർത്തി. ഡയക്ലഷ്യൻ ചക്രവർത്തി ഒരു മാസത്തിൽ ഏകദേശം 20,000-ഓളം പേരെ കൊന്നിട്ടുണ്ടെന്നാണ് പറയുക. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ഒക്കെ രക്തസാക്ഷിത്വം നമുക്കറിയാം. അപ്പം ഈ ക്രിസ്ത്യാനികളെ കൊന്നുകളഞ്ഞത് എന്തുകൊണ്ടാണ്? യഹൂദർ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ വെറുത്തത്? യേശുവാണ് കർത്താവ്, യേശുവാണ് രക്ഷകൻ എന്ന് ഏറ്റുപറയാൻ തുടങ്ങിയപ്പോഴാണ്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസം ജീവിക്കുന്നെങ്കിൽ പ്രതികൂലങ്ങളുണ്ടാകും. നമുക്ക് പരിശോധിക്കാനുണ്ട്. ഈ പീഡനങ്ങളുടെയൊക്കെ മുമ്പിൽ നമ്മൾ ഇന്ന് അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാകുന്നുണ്ടോ? സഭയുടെ വിശ്വാസം ജീവിക്കുമ്പോൾ യേശുവാണ് ഏക കർത്താവ്, യേശുവാണ് ഏക രക്ഷകൻ എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയണം. അത്
അവിവേകത്തോടെ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് കർത്താവ് പറയുന്നത് പോലെ വിവേകമില്ലാത്തതുപോലെ പ്രാവിനെ പോലെ നിഷ്കളങ്കതയുണ്ട്, പക്ഷെ വിവേകമില്ലാത്തതുപോലെ പറയാനല്ല. വാക്കുകൾ കൊണ്ട് നാട്ടിൽ നിന്ന് ഇത് ഉറക്കെ പറയുന്നതല്ല, മറിച്ച് ജീവിത ശൈലികളിലൂടെ ഇത് പ്രഖ്യാപിക്കണം. നമ്മളിന്ന് സഭയുടെ പല വേദികളെയും പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ചും നമ്മുടെയൊക്കെ ദേവാലയങ്ങളിലെ ആചാര അനുഷ്ഠാനങ്ങളെയൊക്കെ വിലയിരുത്തേണ്ട ഒരു കാലമാണിത്. യേശുവാണ് കർത്താവ്, യേശുവാണ് രക്ഷകനെന്ന് പ്രഖ്യാപിക്കാത്ത ഒരു ശൈലിയും നമുക്ക് സ്വീകാര്യമല്ല. മറ്റു മതങ്ങളെ നമ്മൾ ആദരിക്കണം, പക്ഷേ അനുകരിക്കരുത്. ഇസ്രായേലിൻ്റെ ചരിത്രം അടിമത്വത്തിൻ്റെ ചരിത്രമായത് എന്തുകൊണ്ടാണ്? രണ്ട് കാരണങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് അവർ ദൈവത്തെ നിഷേധിച്ചു, ദൈവകൽപ്പനകൾ നിഷേധിച്ച അന്യ മതങ്ങളുടെ ആചാരങ്ങൾക്ക് പുറകെ പോയി. രണ്ടാമതായിട്ട് അവർ തമ്മിലുള്ള വൈരാഗ്യം, വിദ്വേഷം, വെറുപ്പ്, ഈ രണ്ടും കയറിക്കൂടിയാൽ തീർച്ചയായിട്ടും പിടിച്ചു നിൽക്കാനാവില്ല. അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നില്ല, ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മൾ പരിശോധിക്കണം, നമ്മുടെ സഭാത്മക ജീവിതത്തിലേക്ക്, നമ്മുടെ ആരാധന അനുഷ്ഠാനങ്ങളിലേക്ക് ഇന്ന് ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ വന്നിട്ടുണ്ടോ? മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, മറ്റുള്ളവരുടെ കൈയടി നേടാൻ വേണ്ടി സഭയുടെ വിശിഷ്ടമായ പാരമ്പര്യങ്ങളെയും പൈതൃകത്തെയും ഒക്കെ നമ്മൾ ഇന്ന് കരിവാരിത്തേക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ സർവസൈന്യാധിപ ഇന്ന് നമ്മോട് ആഹ്വാനം ചെയ്യുക ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് അനുസൃതമായ ഒരു ജീവിതം നയിക്കാനാണ്. അവനാണ് കർത്താവ്, അവനാണ് രക്ഷകനെന്ന് ഏറ്റുപറയുന്ന ഒരു ജീവിതശൈലിയിലേക്ക് പ്രിയമുള്ളവരെ നമ്മൾ മാറണം. ഇന്നത്തെ നമ്മുടെ പല ആഘോഷങ്ങൾ, പ്രത്യേകിച്ചും യേശുവിന് സാക്ഷ്യം കൊടുക്കുന്ന തിരുനാളാഘോഷങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ, ഇതിൻ്റെ ഒന്നും ഉദാഹരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരച്ഛൻ 250ഓളം വീടുകളുള്ള ഒരു രൂപതയുടെ ഒരു തിരുനാൾ സീസണിലെ കണക്ക് അവതരിപ്പിക്കുകയുണ്ടായി. വീട്ടിലും ഇടവകയിലും അങ്ങനെ എല്ലാതും കൂടെ ഓരോ വളരെ മൈനസ് ഇട്ടിട്ടുള്ളൊരു കണക്കാണത്. ആ കണക്കനുസരിച്ച് ഒരു സീസണിൽ, ഒരു വർഷത്തിൽ ഈ 250 പള്ളികളിലും തിരുനാൾ ആഘോഷിക്കുമ്പോൾ 20 കോടി ഏറ്റവും മിനിമം ചെലവഴിക്കുന്നുണ്ട്. 20 കോടി ചെലവഴിച്ചിട്ട് 20 നയാ പൈസയുടെ വിശ്വാസം വർദ്ധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഈ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ സാധാരണ പറയും, കാലത്തിനനുസരിച്ച് കോലം മാറണം, നാടോടുമ്പോൾ നടുവേ ഓടണം. യേശുവിൻ്റെ സുവിശേഷം അത് പഠിപ്പിക്കുന്നുണ്ടോ? കാലത്തിനനുസരിച്ച് കോലം മാറാനും നാടോടുമ്പോൾ നടുവേ ഓടാനും അല്ല. കർത്താവിൻ്റെ വചനം എന്തു പറയുന്നു അത് ചിലപ്പോൾ കാലം മാറുന്നതനുസരിച്ച് കോലം മാറുന്ന സുവിശേഷമല്ല. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ രൂപാന്തരപ്പെടണം. അതുകൊണ്ട് എൻ്റെ കർത്താവ്, എൻ്റെ രക്ഷകൻ, പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്ക് ഏറ്റുപറയാൻ സാധിക്കണം, യേശുവാണ് എൻ്റെ കർത്താവ്, യേശുവാണ് എൻ്റെ രക്ഷകൻ. പ്രിയമുള്ളവരെ, നമുക്ക് ഈ സമയത്ത് ഈ ഈരടിയിലൂടെ ഒന്ന് ഏറ്റുപാടാം. യേശുവാണ് കർത്താവ്, യേശുവാണ് രക്ഷകൻ. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക, കർത്താവേ നാഥനേ, യേശുവേ രക്ഷക, കർത്താവേ നാഥനേ, യേശുവേ രക്ഷക, കർത്താവേ നാഥനേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് കരമുയർത്തി നമുക്ക് പ്രഖ്യാപിക്കാം, യേശുവാണ്
ഏക കർത്താവ് യേശുവാണ്, ഏക രക്ഷകൻ. പീഡനങ്ങളുടെ നടുവിൽ ആദിമസഭ ഈ സത്യം ഉദ്ഘോഷിച്ചു. ഇന്ന് ലോകത്തെ ഭയന്ന്, നമ്മുടെ സുരക്ഷിതത്വം ഭയന്ന്, സുഖ സൗകര്യങ്ങൾ മറന്ന് ഭയന്ന് നമ്മൾ ഈ സത്യം മൂടിവെക്കുന്നെങ്കിൽ ഉണരാൻ സമയമായി, ഉണരാൻ സമയമായി. യേശുവേ, അങ്ങാണ് കർത്താവ്, അങ്ങാണ് രക്ഷകൻ. ഏറ്റു പറഞ്ഞ് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മയെപ്പോലെ ഞങ്ങൾ വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്നു, അങ്ങാണ് കർത്താവ്, അങ്ങാണ് ഏക കർത്താവ്, അങ്ങാണ് ഏക രക്ഷകൻ. വിശുദ്ധ തോമസ് ശ്ലീഹായെ പോലെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, എന്റെ കർത്താവേ, അങ്ങാണ് ദൈവം, അങ്ങാണ് രക്ഷകൻ. വിശുദ്ധ പത്രോസിനെ പോലെ കർത്താവെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, കർത്താവായ യേശുവേ, അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ആധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നീ രക്ഷ പ്രാപിക്കും. നമ്മുടെ കുടുംബങ്ങൾ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, സർവ്വസൈനാധിപയായ മറിയത്തിൻ്റെ മൂന്നാമത്തെ സവിശേഷത, മറിയം പ്രത്യാശയുടെ സാക്ഷ്യം നൽകിയവളാണ് എന്നുള്ളതാണ്. പ്രത്യാശയുടെ സാക്ഷ്യം. ലൂക്കായുടെ സുവിശേഷം 48, 49, 50 തിരുവചനങ്ങൾ മറിയത്തിൻ്റെ ജീവിത സാക്ഷ്യം. ഈ 3 വാക്യങ്ങളിൽ ഒതുക്കിക്കൊണ്ട് വളരെ മനോഹരമായ ഒരു സാക്ഷ്യം ലോകത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധ അമ്മ പ്രഖ്യാപിക്കുകയാണ്. 48 തിരുവചനം, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. 49, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. 50, അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഞാൻ ഒരു ദാസിയാണ്. എൻ്റെ താഴ്മ, എൻ്റെ ഇല്ലായ്മ, എൻ്റെ ഒന്നുമല്ലാത്ത അവസ്ഥ, അത് ദൈവം കടാക്ഷിച്ചു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അടുത്ത വചനം, തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. തൻ്റെ ജീവിത സാക്ഷ്യത്തിലൂടെ പരിശുദ്ധ അമ്മ നമ്മെ നോക്കി പറയുന്നുണ്ട്, നിങ്ങളിലും എന്നിൽ പ്രവർത്തിച്ചതുപോലെ അവൻ കരുണ വർഷിക്കും. നിങ്ങളിലും എന്നിൽ പ്രവർത്തിച്ചതുപോലെ അവൻ കരുണ വർഷിക്കും. നിങ്ങളുടെ ശൂന്യതയെ, ഇല്ലായ്മയെ, നീ ഒരു പക്ഷേ ഒന്നുമില്ലാത്തവനാകാം, ഒന്നുമില്ലാത്തവളാകാം, പാപത്തിൻ്റെ പടുകുഴിയിലാകാം, നീ ദരിദ്രനാകാം, രോഗിയാകാം, പുറന്തള്ളപ്പെട്ടവനാകാം. നിന്റെ താഴ്മയിൽ, നിന്റെ ഇല്ലായ്മയിൽ അവിടുന്ന് കരുണ വർഷിക്കും. ഇത് പ്രത്യാശയുടെ സാക്ഷ്യമാണ്. പ്രിയമുള്ളവർ, എന്താണ് സാക്ഷ്യം? യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് യോഹന്നാൻ പറയുന്നുണ്ട്, കണ്ടതും കേട്ടതും അനുഭവിച്ച് അറിഞ്ഞതുമായ സത്യം കാണുകയോ കേൾക്കുകയോ അനുഭവിക്കുകയോ ചെയ്തിട്ടില്ലാത്തവരെ അറിയിക്കുന്നതാണ് സാക്ഷ്യം. ഞാൻ കണ്ടു, ഞാൻ കേട്ടു, ഞാൻ അനുഭവിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് വളരെ ശക്തമായിട്ട് പറയാൻ സാധിക്കും, ആധികാരികമായി പറയാൻ സാധിക്കും, അവൻ്റെ കരുണ ഞാൻ അനുഭവിച്ചു. എൻ്റെ ജീവിതത്തിൽ ഈ ദാസിയുടെ താഴ്മയിൽ അവൻ കടാക്ഷിച്ചു. എന്നിട്ട് അവൾ തലമുറകളെ നോക്കി പറയുന്നു, നിങ്ങളുടെ മേൽ അവൻ കരുണ വർഷിക്കും. നമുക്കേറെ പ്രത്യാശ നൽകുന്നതാണിത്.
ഈ സാക്ഷ്യം, ഈ പ്രത്യാശയുടെ സാക്ഷ്യം. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ്. മനുഷ്യന് പ്രത്യാശ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം, ഒരു ലോക്ക്ഡൗൺ കാലഘട്ടം. ഫോൺ വിളിക്കുമ്പം ആദ്യം നമ്മൾ കേൾക്കും ലോകത്തിലെ എല്ലായിടത്തും അൺലോക്ക് ആരംഭിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ലോക്ക് തുറന്നിട്ടില്ല. വീടുകളിൽ, ദേവാലയങ്ങളിൽ, ആശ്രമങ്ങളിൽ എല്ലാവരും ഒരർത്ഥത്തിൽ ലോക്ക്ഡൗണിലാണ്. പലരുടെയും പ്രത്യാശയും വിശ്വാസവുമൊക്കെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മ, സ്വർഗത്തിൻ്റെ സർവ്വസൈന്യാധിപ, നമുക്ക് ഒരു വലിയ സാക്ഷ്യം, തൻ്റെ തന്നെ ജീവിതത്തിൻ്റെ സാക്ഷ്യം മുന്നിൽ വയ്ക്കുകയാണ്. ഈ ലോക്ക്ഡൗൺ, ഈ ദുരവസ്ഥ, ഈ ശൂന്യത, ഈ തകർച്ച, ഇതിനെ നിങ്ങൾ അതിജീവിക്കും. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവൻ കരുണ വർഷിക്കും, അവൻ നിന്നെ കടാക്ഷിക്കും. ഈ ഒരു പ്രത്യാശയുടെ നിലനിൽപ്പ്, പ്രിയമുള്ളവരെ, ഇന്ന് നമുക്കുണ്ടാകണം. വിയറ്റ്നാമിലെ സേഗോൺ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിരുന്ന ഫ്രാൻസിസ് സേവിയർ വാൻ ടുവാൻ 2000 ജോൺ പോൾ മാർപ്പാപ്പയെയും വത്തിക്കാൻ കുരിയായിലെയും അംഗങ്ങളെ ധ്യാനിപ്പിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ആ ധ്യാന പ്രസംഗങ്ങൾ ജോൺ പോൾ മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം ഒരു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിൻ്റെ പേര് ടെസ്റ്റിമണി ഓഫ് ഹോപ്പ് എന്നാണ്, പ്രത്യാശയുടെ സാക്ഷ്യം. അദ്ദേഹം പറയുന്നുണ്ട്, സേഗോൺ അതിരൂപതയുടെ സഹായമെത്രാനായി അദ്ദേഹം ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആ ആദ്യ കാലഘട്ടം, തീക്ഷ്ണതയോടെ, ഏറെ സ്വപ്നങ്ങളോടെ അദ്ദേഹം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അതിതീക്ഷ്ണതയോടെ അധ്വാനിക്കുകയാണ്. യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം വ്യയം ചെയ്യുന്ന ആ വ്യക്തിയെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി തടവിലാക്കുകയാണ്. അദ്ദേഹം തടവറയിലായി. തടവറയിൽ ശൂന്യത, നിരാശ, ഒരു പ്രകാശമില്ല. ഇത്രയും തീക്ഷ്ണതയോടെ ജീവിക്കേണ്ട ഈ സമയത്ത് ഞാൻ ലോക്ക്ഡൗണിലാണ്, തടവറയ്ക്കുള്ളിലാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം അവിടെ കിടന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കുരിശിനെ നോക്കി. ആ കുരിശിനെ നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്ത ഒരു വെളിപ്പെടുത്തൽ, ഒരു ബോധ്യം, യേശു ക്രിസ്തു ലോക്ക്ഡൗണിലാണ്. അവൻ്റെ കയ്യും കാലുമൊക്കെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ആ കുരിശിനെ നോക്കിയിട്ട് ആ പുണ്യവന പിതാവ് ഇങ്ങനെ ചിന്തിച്ചു, യേശു ലോകത്തെ രക്ഷിച്ചത് ഈ ലോക്ക്ഡൗണിലാണ്, ഈ പൂട്ടിയിടപ്പെട്ട അവസ്ഥയിലാണ്, ഈ ബന്ധിതമായ അവസ്ഥയിലാണ്, ആ കുരിശിൽ കിടന്നുകൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ കിടന്നുകൊണ്ട് ഞാൻ എൻ്റെ ആത്മാക്കൾക്ക് വേണ്ടി അഹോരാത്രം പ്രാർത്ഥിക്കും. ആത്മാവിൻ്റെ അഭിഷേകത്തിൽ ഞാൻ ഇവിടെ കിടന്ന് ശുശ്രൂഷ ചെയ്യും. എന്നിട്ട് അദ്ദേഹത്തിന് പൂട്ടിയിട്ടിരിക്കുന്ന ആ മുറിയെ നോക്കിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇതാണ് എൻ്റെ കത്തീഡ്രൽ, ഇതാണ് എൻ്റെ കത്തീഡ്രൽ. ഇവിടെ ഇരുന്ന് ഞാൻ എൻ്റെ ജനത്തെ ശുശ്രൂഷിക്കും. പ്രിയമുള്ളവർ, പിന്നീട് 13 വർഷം നീണ്ടു നിൽക്കുന്ന ആ തടവറ ജീവിതത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അദ്ദേഹത്തിന് സുഹൃത്തുക്കൾ അല്പം വീഞ്ഞും അപ്പവും കൊണ്ടു കൊടുക്കുന്നുണ്ട്, വളരെ രഹസ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ. ഈ അപ്പവും വീഞ്ഞും 13 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ കൈക്കുമ്പിളിൽ 3 തുള്ളി വീഞ്ഞും 1 തുള്ളി വെള്ളവും മറുകയിൽ അപ്പവും എടുത്തുകൊണ്ട് തടവറയിൽ രഹസ്യമായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ട്. അവിടെ ദേവാലയത്തിൻ്റെ സംവിധാനങ്ങളൊന്നുമില്ല, അൾത്താരയില്ല. ഫ്രാൻസിസ് വാൻ ടുവാൻ്റെ മനോഹരമായ ഒരു ചിത്രമുണ്ട്, നെറ്റിലൊക്കെ നമുക്കത് കിട്ടും. അദ്ദേഹം ഇങ്ങനെ 2 കൈയിലും ഈ അപ്പവും വീഞ്ഞും വെച്ച് ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം കുർബാന അർപ്പിക്കുന്നു. എന്നിട്ട് വിശുദ്ധ കുർബാന അർപ്പണത്തിന് ശേഷം അദ്ദേഹം ആ തിരുവോസ്തി ഒരു സിഗരറ്റ് കൂടിനുള്ളിലാക്കിയിട്ട് പോക്കറ്റിലിടും. യേശുവിൻ്റെ സാന്നിധ്യം എപ്പോഴും
ദിവ്യകാരുണ്യനാഥൻ്റെ സാന്നിധ്യം എപ്പോഴും 5 കത്തോലിക്കർ ആ തടവറയിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ജോലി സമയത്തൊക്കെ അവരെ ഒന്നിച്ചു കിട്ടുന്ന സാഹചര്യത്തിൽ അവർ 5 പേർ ഒന്നിച്ചിരുന്ന ദിവ്യകാരുണ്യ ആരാധന നടത്തിയിരുന്നു. പ്രത്യാശയുള്ളവനെ ഇത് സാധിക്കും. പ്രത്യാശയുള്ളവന് ലോക്ക്ഡൗൺ ഒരു വിഷയമല്ല, ഒരു പ്രതികൂല സാഹചര്യവും അവന് വിഷയമല്ല. അവനവിടെ തളരില്ല. പരിശുദ്ധ അമ്മ ഈ പ്രത്യാശയുടെ സാക്ഷ്യമാണ് ലോകത്തിൻ്റെ മുമ്പിൽ വയ്ക്കുക. പ്രിയമുള്ളവരെ, ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതവും കുടുംബവും ഒക്കെ നമുക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട്. പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെടുന്ന അവസരം, സാമ്പത്തിക തകർച്ച, ജോലി പോയി, കുടുംബത്തിൽ സമാധാനമില്ല, മാനസികമായി തളർന്നു. ഇതൊക്കെ വരുമ്പോൾ നമ്മൾ പോകാറുണ്ട് ഇടവക ദേവാലയത്തിലേക്ക്. അവിടെ പോയി സക്രാരിയുടെ മുൻപിലിരുന്ന് പൊട്ടിക്കരയാറുണ്ട്. ഇപ്പോഴോ അതിനും സാധിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കുക, ജീവിക്കുന്ന ദൈവം നിന്റെ കൂടെയുണ്ട്. ഈ ഒരു വലിയ ഉറപ്പ്, ഈ ഒരു വലിയ പ്രത്യാശ പരിശുദ്ധ അമ്മ നമുക്ക് പകർന്നു തരികയാണ്. 4-മതായിട്ട് സ്വർഗത്തിൻ്റെ സർവ സൈന്യാധിപയുടെ സവിശേഷത, അവൾ വിപ്ലവത്തിൻ്റെ ഗീതം പാടിയവളാണ്. ഒരു പ്രവചനമെന്ന പോലെ യേശുക്രിസ്തുവിലൂടെ സംഭവിക്കാനിരിക്കുന്ന വിപ്ലവത്തിൻ്റെ ഗീതം പാടിയവളാണ് മറിയം. വചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 51, 52, 53 തിരുവചനങ്ങൾ മറിയത്തിൻ്റെ ഈ വാക്കുകൾ ഒരു വിപ്ലവമാണ്. സ്റ്റാൻലി ജോൺസ് എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു സുവിശേഷ പ്രഘോഷകൻ ഇപ്രകാരം പറയുന്നുണ്ട്: ദ മാഗ്നിഫിക്കാറ്റ് ഈസ് ദ മോസ്റ്റ് റെവല്യൂഷണറി ഡോക്യുമെൻ്റ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും വിപ്ലവകരമായ പ്രമാണരേഖ മറിയത്തിൻ്റെ സ്തോത്രഗീതമാണ്. അദ്ദേഹം ഈ സ്തോത്രഗീതത്തിൽ മറിയം ആലപിക്കുന്ന വിപ്ലവത്തെ എടുത്തു കാണിക്കുകയാണ് ഈ 3 വചനങ്ങളിലൂടെ. ഒന്നാമത്തത്, അവിടുന്ന് ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. അദ്ദേഹം അതിന് പറയുക, ഇതൊരു മോറൽ റെവല്യൂഷനാണ്, ധാർമ്മിക വിപ്ലവം. യേശുവിലൂടെ സംഭവിക്കാനിരിക്കുന്ന ഒരു വിപ്ലവത്തെയാണ് മറിയം പ്രഖ്യാപിക്കുന്നത്. വിപ്ലവം എന്ന് പറയുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. റെവല്യൂഷൻ എന്ന് പറയുന്ന വാക്കിന് ഡിക്ഷണറി മീനിങ് നോക്കിയാൽ വിപ്ലവം, കലാപം, സകലതും നശിപ്പിക്കുന്ന കലാപം, അത് അതിൻ്റെ ഒരു നിഷേധാത്മക അർത്ഥമാണ്. എന്നാൽ വളരെ പോസിറ്റീവായിട്ടുള്ള അർത്ഥമുണ്ട്, സമൂല പരിവർത്തനം. ഇവിടെ മറിയം വിപ്ലവത്തിൻ്റെ ഗീതം ആലപിച്ചു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിലൂടെ സംഭവിക്കാനിരിക്കുന്ന സമൂല പരിവർത്തനത്തിൻ്റെ പ്രവാചകയായി അവൾ ഈ വിപ്ലവ ഗാനം പാടുകയാണ്. സർവസൈനാധിപ, അവൾക്കതിന് അധികാരമുണ്ട്, അതിനവകാശമുണ്ട്. അവൾ പറയുന്നു, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ അവിടുന്ന് ചിതറിച്ചു. ഇന്ന് മനുഷ്യ ജീവിതത്തിൽ അഹന്തയും അഹങ്കാരവും, ലോകത്തെ കീഴടക്കാനുള്ള എല്ലാവിധ വിക്രയികളും, അഹങ്കാരത്തിൻ്റെ അതിപ്രസരത്തിൽ മനുഷ്യൻ ലോകത്തിൽ ഇന്ന് അഴിച്ചുവിടുമ്പോൾ നമുക്കറിയാം, മനുഷ്യൻ്റെ അഹങ്കാരത്തിൻ്റെ കൊമ്പുകളൊടിയുന്നൊരു കാലമാണിത്. സമ്പത്തിൽ അഹങ്കരിക്കുന്നവൻ, സ്ഥാനമാനങ്ങളിൽ അഹങ്കരിക്കുന്നവൻ, തൻ്റെ തന്നെ കഴിവുകളിൽ അഹങ്കരിക്കുന്നവൻ ശൂന്യമാണ്. അഹങ്കരിക്കുന്നവനെ ചിതറിക്കുന്ന ഒരു ദൈവം, ഒരു ധാർമ്മിക വിപ്ലവമാണത്. 52-ാം തിരുവചനം, ശക്തരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. ഒരു സോഷ്യൽ റെവല്യൂഷൻ, സാമൂഹ്യ വിപ്ലവമാണത്. എന്ന് പറഞ്ഞാൽ ഈശോ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങളിൽ വലിയ അറപ്പുരകൾ പണിയുന്നവനെ ഭോഷൻ എന്നാണ് വിളിക്കുക. ശക്തരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ട് എളിയവരെ ഉയർത്തുന്ന ദൈവം, അവനവന് വേണ്ടി പണിയുന്ന അറപ്പുരകൾ അവനെ നോക്കി ദൈവം പറയുന്നു അവൻ ഭോഷനാണ്. കാരണം അവൻ്റെ ജീവിതം ഇന്ന് ഈ രാത്രിയിൽ അവസാനിക്കും. ശക്തരെ സിംഹാസനത്തിൽ താഴെയിടുന്ന ഒരു സാമൂഹ്യ വിപ്ലവം. യേശു ഈ വിപ്ലവത്തിൻ്റെ പരിഷ്കർത്താവാണ്. സമൂലമായ ഈ വിപ്ലവം അത് ഇന്നും എന്നും ലോകത്തിൽ സംഭവിക്കും.
അഹങ്കാരികൾക്ക്, സിംഹാസനത്തിലിരുന്ന മനുഷ്യരെ ചവിട്ടിമെതിക്കുന്നവർക്ക് നിലനിൽപ്പില്ല എന്നുള്ളത് വലിയ സത്യമാണ്. ആ സത്യമാണ് മറിയം ഉദ്ഘോഷിക്കുക. മൂന്നാമത് 53-ാമത്തെ തിരുവചനം, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സമ്പന്നരാക്കി സമ്പന്നരെ വെറും കൈയാൽ പറഞ്ഞയച്ചു. ഒരു ഇക്കണോമിക്കൽ റെവല്യൂഷൻ, സാമ്പത്തിക വിപ്ലവം. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സമ്പന്നരാക്കി സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 7 മുതലുള്ള തിരുവചനത്തിൽ ധനവാനെയും ലാസറിനെയും കുറിച്ച് പറയുമ്പോൾ, പങ്കുവയ്ക്കാത്ത ആ ധനവാൻ വെറും കൈയോടെ നരകത്തിൽ പോവുക. വെള്ളം കുടിക്കാനൊരു പാത്രം പോലും കയ്യിലില്ലല്ലോ. അവൻ ലാസറിൻ്റെ വിരൽത്തുമ്പിന് ലക്ഷ്യം വെക്കുകയാണ്. എന്നാൽ ദരിദ്രനായ ആ ലാസറിനെ, വിശക്കുന്നവനെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് അവിടുന്ന് സമ്പന്നനാക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് ദൈവത്തിൻ്റെ നീതിയാണ്, ഇത് ദൈവത്തിൻ്റെ ന്യായമാണ്. ഇത് പ്രവചിക്കുകയാണ്. തൻ്റെ പുത്രനിലൂടെ ലോകത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഈ സമൂല പരിവർത്തനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മറിയം വിപ്ലവത്തിൻ്റെ ഗാനം പാടിയവളാണ്. അവളാണ് ഇന്ന് സർവ്വസൈന്യാധിപയായി നമ്മെ നയിക്കുന്നത്, ഈ ലോകത്തെ നയിക്കുന്നത്. നമുക്ക് അഭിമാനത്തോടെ പറയാം. 5-മതായിട്ട് പരിശുദ്ധ മറിയം സ്വർഗത്തിൻ്റെ സർവ്വസൈന്യാധിപ, അതിജീവനത്തിൻ്റെ അമ്മയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? 54-55 തിരുവചനങ്ങൾ, മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൻ്റെ അവസാന വാക്കുകൾ. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. എന്താണ് അതിൻ്റെ അർത്ഥം? അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ദൈവം ചെയ്ത വാഗ്ദാനം, അവിടുന്ന് ആ വാഗ്ദാനത്തിൽ വിശ്വസ്തനാണ്. അതനുസ്മരിച്ചിട്ട് പഴയ ഇസ്രായേലിനെ അവൻ അനുഗ്രഹിച്ചു. പഴയ ഇസ്രായേലിന് മേൽ അവൻ കരുണ വർഷിച്ചു. പരിശുദ്ധ അമ്മ ഈ വലിയ സത്യത്തെ അനുസ്മരിച്ചുകൊണ്ട് പറയുകയാണ്, തൻ്റെ കാരുണ്യം അനുസ്മരിച്ച് പൂർവ്വപിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനം പഴയ ഇസ്രായേലിന്മേൽ അവൻ നിറവേറ്റിയെങ്കിൽ ഈ പുതിയ ഇസ്രായേലിന്മേൽ ഈ കാലഘട്ടത്തിലും അവിടുന്ന് കരുണ വർഷിക്കും. ദൈവത്തിൻ്റെ കരുണ ഒന്നിനും മാത്രമേ ഈ കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് ഒരു പുതുജീവൻ തരാൻ സാധിക്കും, നമ്മെ പുനരുദ്ധരിക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ അടിമത്തങ്ങളുടെ കാലം കാണുന്നു. അസീറിയൻ അടിമത്വം, ബാബിലോണിയൻ അടിമത്വം. ഇങ്ങനെ അടിമത്വത്തിൻ്റെ കാലത്തിൽ കഴിയുമ്പോൾ സങ്കീർത്തകൻ പാടുന്ന ഒരു പാട്ടുണ്ട്, 80-ാം സങ്കീർത്തനം. അതിൽ 3, 7, 19 വാക്യങ്ങൾ ഒരു പ്രാർത്ഥനയാണ്. ആവർത്തിച്ച് 3 പ്രാവശ്യം പറയുന്ന ഒരു പ്രാർത്ഥനയാണ്. കർത്താവേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, കർത്താവേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, അങ്ങയുടെ മുഖം പ്രകാശിക്കണമേ, ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ഈ കാലഘട്ടത്തിൻ്റെ പ്രാർത്ഥനയാണിത്. തകർച്ചയിൽ നിന്ന് ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മനുഷ്യൻ രക്ഷപ്പെടാൻ അതിജീവനത്തിൻ്റെ അമ്മ ദൈവകാരുണ്യത്തിൻ്റെ അത്ഭുതകരമായ ശക്തിയെ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. അമ്മ ഇന്ന് ലോകത്തിൽ പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകൾക്കെല്ലാം പൊതുവായ അടിസ്ഥാനപരമായ ചില സ്വഭാവങ്ങളുണ്ട്. അമ്മയുടെ സന്ദേശങ്ങൾ എല്ലായിടത്തും ഇത് തന്നെയാണ്. ഒന്നാമതായിട്ട്, അമ്മ പ്രത്യക്ഷപ്പെടുന്നത് എവിടെയാണോ മക്കൾ തകരുന്നത്, കഷ്ടപ്പെടുന്നത്, എവിടെയാണോ ലോകം യുദ്ധത്തെ നേരിടാൻ പോകുന്നത്, എവിടെയാണോ ലോകം തകർച്ചയെ അഭിമുഖീകരിക്കുന്നത്, അവിടെയാണ് ഈ അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. രണ്ടാമതായിട്ട്, ഈ അമ്മയുടെ സന്ദേശം എല്ലായിടത്തും ഒന്ന് തന്നെയാണ്. പാപികളുടെ മാനസാന്തരം, അനുതപിക്കുക, പരിഹാരം ചെയ്യുക, മാനസാന്തരപ്പെടുക. കാരണം ദൈവത്തിൻ്റെ കരുണ നിന്റെ മേൽ വസിക്കണം. അതിജീവനത്തിനു വേണ്ടി ലോകം ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സാമ്പത്തിക മേഖല, നമ്മുടെ ലോകത്തിൻ്റെ വ്യവസ്ഥിതിയിൽ തന്നെ വലിയ ഒരു തകർച്ച. കുടുംബങ്ങളിൽ നമുക്കറിയാമത്. ജോലിയില്ല, സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, രോഗങ്ങൾ, പ്രായമായവരുടെ പ്രശ്നം, കുട്ടികളുടെ പ്രശ്നം, യുവജനങ്ങളുടെ പ്രശ്നം. ഈ പ്രതിസന്ധിയിൽ നിന്ന് ഒരു അതിജീവനം നമുക്ക് ആവശ്യമുണ്ട്. ഈ പ്രത്യേക കാലഘട്ടത്തിൽ
ഇതിനെയെല്ലാം അതിജീവിക്കാൻ ഒന്ന് മാത്രമേ കരണീയമായിട്ടുള്ളൂ, അത് ദൈവത്തിൻ്റെ കരുണയാണ് എന്ന് ഈ അമ്മ ലോകത്തിൽ പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദൈവമക്കളോട് പറയുന്നുണ്ട്. വലിയ പ്രത്യാശയോടെ അതിജീവനത്തിനു വേണ്ടി ഈ അമ്മ ഇന്ന് ഇറങ്ങി വന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇടപെടുകയാണ്. പ്രിയമുള്ളവരെ, വെളിപാട് പുസ്തകത്തിൻ്റെ 7-ാം അധ്യായത്തിൽ 14-ാം തിരുവചനത്തിൽ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് കഴുകി വെളുപ്പിച്ച ഒരു സമൂഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നതാണ് തൻ്റെ പുത്രൻ്റെ രക്തം കൊണ്ട് ലോകത്തെ മുഴുവനും, ദൈവമക്കളെ മുഴുവനും കഴുകി വെളുപ്പിച്ച അവൻ്റെ വരവിന് വേണ്ടി ഒരുക്കാനുള്ള അവളുടെ പ്രത്യക്ഷപ്പെടലുകളാണ് ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വലിയ സത്യത്തെ നമ്മൾ മനസ്സിലാക്കണം. അതിജീവനം ആഗ്രഹിക്കുന്നെങ്കിൽ ഒന്നേ മാർഗമുള്ളൂ, ദൈവത്തിൻ്റെ കരുണ. ഈ കരുണയ്ക്ക് വേണ്ടി യാചിക്കണം. ഇതാണ് അമ്മ നമ്മെ പഠിപ്പിക്കുക. ഇസ്രായേലിൻ്റെ ദൈവം, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം ഇസ്രായേലിന് മേൽ കരുണ വർഷിച്ചതുപോലെ അവനെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ കരുണ വർഷിക്കും. ഈ കാലഘട്ടത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ കരുണ ഏറെ ആവശ്യമാണ്. നമ്മുടെ അധ്വാനം നിഷ്ഫലമാണ്. നമുക്കറിയാം, കർത്താവിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ, പണിക്കാരുടെ അധ്വാനം, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ നിഷ്ഫലമാണ്. അതുകൊണ്ട് ഒരു പണിതുയർത്തലിൻ്റെ കാലഘട്ടമാണിത്. പണിതുയർത്തേണ്ട, അതിജീവനത്തിന് വേണ്ടി പണിയെടുക്കേണ്ട ഒരു കാലഘട്ടമാണിത്. ഈ അമ്മ അതിനുവേണ്ടിയാണ് ലോകത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഈ നൂറ്റാണ്ടിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ അമ്മ വിശുദ്ധരായ വ്യക്തികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളിലൊക്കെ വലിയ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ട് ലോകത്തെ വിശുദ്ധീകരിക്കാൻ, ദൈവമക്കളെ രക്ഷിക്കാൻ വേണ്ടി അത്ഭുതകരമായിട്ട് വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സ്വർഗത്തിൻ്റെ ഈ സർവ്വസൈന്യാധിപ തീർച്ചയായിട്ടും നമ്മെ വിശുദ്ധീകരിച്ച് യേശുവിൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നവളാണ് എന്ന സത്യം ഓർക്കുക. ഇതൊക്കെ പറയുമ്പോൾ പരിശുദ്ധ അമ്മയെ സ്വർഗത്തിൻ്റെ സർവ്വസൈന്യാധിപയായി നമ്മൾ കാണുമ്പോൾ, ഈ അമ്മയെ വിളിച്ച് നമ്മൾ അപേക്ഷിക്കുമ്പോൾ പലപ്പോഴും ഒരു സംശയം എനിക്കുണ്ടാകാറുണ്ട്. മരിയ ഭക്തി വ്യതിചലിക്കുന്നുണ്ടോ? മരിയ ഭക്തി വ്യതിചലിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് പറഞ്ഞത് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിൽ അമ്മ തന്നെ പറഞ്ഞ കാര്യങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ചില സത്യങ്ങളാണ്. കർത്താവിൻ്റെ വചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഈ അമ്മയെ നമ്മൾ അറിയണം. വത്തിക്കാൻ കൗൺസിൽ ഡിക്രിയിൽ തിരുസഭയെക്കുറിച്ച് പറയുന്നിടത്ത് സഭാപിതാക്കന്മാർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, യഥാർത്ഥത്തിലുള്ള മരിയ ഭക്തി അത് മറിയത്തെക്കുറിച്ചുള്ള അറിവിൽ ആരംഭിക്കണം. മറിയത്തെ അറിയണം. വളരെ ലളിതമായിട്ട് ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞു, മറിയത്തെ അറിയണം, അവളെ അനുഗമിക്കണം, അനുകരിക്കണം, അവളോട് അപേക്ഷിക്കണം. നമ്മളിന്ന് മരിയ ഭക്തിയെ ഒരു കാര്യസാധ്യ ഭക്തിയാക്കി മാറ്റുന്നുണ്ടോ? അത് ഒരു വൈകാരിക ഭക്തിയായിട്ട് മാറുന്നുണ്ടോ? കാര്യസാധ്യ ഭക്തി എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. അമ്മയുടെ സഹായം അപേക്ഷിച്ച, അമ്മയുടെ സന്നിധിയിലേക്ക് വന്നിട്ടുള്ള ആരെയും അമ്മ ഉപേക്ഷിച്ചിട്ടില്ല. നമ്മൾ ചൊല്ലുന്ന ജപമാലയ്ക്കും നമ്മുടെ പ്രാർത്ഥനകൾക്കും ഒക്കെ തീർച്ചയായിട്ടും ശക്തിയുണ്ട്. അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. പക്ഷേ കാര്യം സാധിക്കാൻ വേണ്ടിയുള്ള ഒരു ഭക്തി മാത്രമായിട്ട് മരിയ ഭക്തി തരം താഴരുത്. അതുപോലെ തന്നെ ഒരു വൈകാരികമായ ഭക്തി, അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് അതിനു പുറകെ ഓടുന്ന ഒന്നാണ് മരിയ ഭക്തിയെങ്കിൽ വ്യതിചലിക്കാനിടയുണ്ട്. അതുപോലെ തന്നെ സഭാത്മകമല്ലാത്ത പല സൂചനകളും ഇന്ന് മരിയ ഭക്തിയിൽ കയറിക്കൂടുന്നുണ്ട്. ചില വ്യക്തികൾ അവരുടേതായ കാഴ്ചപ്പാടുകളിലൂടെ ഈ അമ്മയെ പ്രഘോഷിക്കുന്നുണ്ട്. സഭ എന്ത് പറയുന്നു, ദൈവവചനം എന്ത് പറയുന്നു, ആധികാരികമായിട്ട് അതിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു മരിയ ഭക്തി നമുക്ക് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, സ്വർഗത്തിൻ്റെ ഈ സർവ്വസൈന്യാധിപയെ അനുധാവനം ചെയ്യാനുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ യോഗ്യത എന്താ? ഇന്ന് പല വിഭാഗങ്ങളും പരിശുദ്ധ അമ്മയെ അംഗീകരിക്കുന്നില്ല. പല ക്രൈസ്തവ വിഭാഗങ്ങളും എന്തുകൊണ്ടാണ് അവർ അമ്മയെ അംഗീകരിക്കാത്തത് എന്ന് ചോദിച്ചാൽ, അതിൽ ഒരു കാരണം അവർ പ്രഘോഷിക്കുന്നത് പ്രോസ്പെരിറ്റി ഗോസ്പലാണ്.
യേശുവിൻ്റെ സുവിശേഷം പ്രോസ്പെരിറ്റി ഗോസ്പലാണ്, സമ്പന്നതയുടെ സുവിശേഷം. സമ്പന്നതയുടെ സുവിശേഷം മാത്രം പ്രഘോഷിക്കുന്നവന് പരിശുദ്ധ അമ്മയെ അംഗീകരിക്കാൻ പറ്റില്ല. അവൾ സഹനത്തിൻ്റെ സുവിശേഷമാണ്. നസ്രത്തിലെ കുടിൽ മുതൽ കാൽവരി കുന്നിലെ ആ കുരിശിൻ ചുവട് വരെ സഹനത്തിൻ്റെ കാവ്യം രചിച്ചവളാണ്. അമ്മയുടെ ജീവിതം സഹനത്തെ നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. ഈ ഒരു വലിയ സത്യത്തെ നമ്മൾ അംഗീകരിക്കണം. ആർക്കാണ് ഈ സർവ്വസൈന്യാധിപയുടെ പുറകെ ഈ യുദ്ധത്തിൽ സൈന്യനിരയിൽ അണിനിരക്കാൻ സാധിക്കുക? അങ്ങനെ ഒരു ചെറിയ വിഭാഗമേ ഉള്ളൂ. ലിറ്റിൽ സോൾസ്, ഒരു ലിറ്റിൽ ഫ്ലോക്ക്, ചെറിയ ഒരു അജഗണം. നമുക്കതിന് സാധിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, മറിയത്തോടൊപ്പം സഹിക്കാൻ തയ്യാറാകണം. ഇക്കഡോറിലെ അവർ ലേഡി ഓഫ് സക്സസ് എന്ന് പറയുന്ന മാതാവിൻ്റെ രൂപം മരിയ ടോറസ് എന്ന് പറയുന്ന വിശുദ്ധയായ ഒരു കന്യാസ്ത്രീക്ക് വെളിപ്പെടുത്തി കൊടുത്തതാണ്. ആ ജീവിതത്തെക്കുറിച്ച് 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ മരിയ ടോറസിലൂടെ വെളിപ്പെടുത്തപ്പെട്ട രഹസ്യങ്ങളും അവളുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളും ഒരുപക്ഷെ നമുക്ക് ഒരു വലിയ സത്യം പഠിപ്പിക്കുന്നുണ്ട്. അവൾ മരിച്ച് പുനർജീവിച്ചവളാണ് എന്നാണ് പറയുക. മരിച്ച സ്വർഗത്തിൽ ചെന്നപ്പോൾ സ്വർഗീയമായ ആ അനുഭവത്തിൽ അവളോട് ചോദിച്ചു, ഈ സ്വർഗത്തിൽ നിനക്ക് വസിച്ചാൽ മതിയോ? അവളതിൽ സന്തോഷിച്ചു. എന്നാൽ അമ്മ അവളോട് പറയുന്നുണ്ട്, നീ എൻ്റെ കൂടെ ഭൂമിയിലേക്ക് വരണം, നീ സഹിക്കണം, നിന്റെ സഹനത്തിലൂടെ ആത്മാക്കളെ നേടണം. എൻ്റെ സഹനത്തിലൂടെ ആത്മാക്കളെ നേടുന്നതിന് പറയുന്ന പേരാണ് വിക്ടിം സോൾസ്. ഞാനൊരു വിക്ടിം സോൾ ആവുകയാണ്. ഒരുപക്ഷെ ഏറ്റവും മനോഹരമായ ഉദാഹരണം ഈ ഒക്ടോബർ 10-ാം തീയതി വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട കാർലോ അക്യൂറ്റസ് ആണ്. തൻ്റെ ലുക്കേമിയ, ബ്ലഡ് ക്യാൻസർ, അതിലെ സഹനം സഭയ്ക്കും മാർപ്പാപ്പയ്ക്കും വേണ്ടി കാഴ്ചവെച്ച ഒരു വിക്ടിം സോൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത്ഭുതകരമായ അനുഭവങ്ങളെ പറയുമ്പോൾ ഓർക്കുക, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സഹനങ്ങളെ കാഴ്ചവെച്ചുകൊണ്ട് ഈ യുദ്ധമുന്നണിയിൽ നമ്മൾ അണിചേരണം. അതിനുള്ള ആഹ്വാനമാണിത്. കാലത്തിൻ്റെ അടയാളങ്ങൾ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് അറിയുന്നില്ല? ലോകം മുഴുവനും സുഖമോഹങ്ങൾക്ക് പുറകെ പോകുമ്പോൾ അതിന് പുറകെ കുതിക്കുന്ന ഒരു വ്യക്തിക്കും ലോകത്തിൻ്റെ രക്ഷകനാകാൻ സാധ്യമല്ല. ഈ സർവ്വസൈന്യാധിപയുടെ സൈന്യത്തിൽ അണിനിരക്കാനാവില്ല. അപ്പോൾ പരിശുദ്ധ അമ്മയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളും അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സ്വർഗത്തിൻ്റെ കൃപകളുമൊക്കെ തീർച്ചയായിട്ടും സത്യമാണ്. നമുക്കെല്ലാവർക്കും അതറിയാം. വിശുദ്ധ എവുപ്രാസ്യമ പറഞ്ഞതുപോലെ, ഇങ്ങനെ ഒരു അമ്മയില്ലായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ സ്ഥിതി എന്താകുമായിരുന്നു എന്നതാണ് എൻ്റെയും നിങ്ങളുടെയൊക്കെ അനുഭവം. പക്ഷെ പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു പ്രോസ്പെരിറ്റി ഗോസ്പലിൽ ഒതുക്കാനുള്ളതല്ല മരിയ ഭക്തി. ഇത് സഹനത്തിൻ്റെ അഗ്നിചൂളയിലൂടെ കടന്നു പോകുന്ന ആത്മാക്കൾക്ക് ലോകത്തെ മുഴുവനും രക്ഷിക്കാൻ അണിചേരാനുള്ള ഒരു നിരയാണിത്. ഈ ഒരു വലിയ സത്യം നമ്മൾ മറക്കരുത്. ജീവിതത്തിൻ്റെ കഷ്ടപ്പാടിൽ എൻ്റെ നൊമ്പരങ്ങളും വേദനകളും ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് ഞാൻ കാഴ്ചവെക്കണം. ഞാനൊരു പുരോഹിതൻ എന്ന നിലയിൽ എന്നെ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കാൻ എനിക്ക് ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹനങ്ങളും ഇല്ലെങ്കിൽ എങ്ങനെയാണ് ആത്മാക്കളെ രക്ഷിക്കുന്ന ശുശ്രൂഷ എനിക്ക് സാധിക്കുക? ഇത് ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ബോധവാന്മാരാകണം. ഒരുപക്ഷെ നമ്മൾ പഠിക്കണം കാലത്തിൻ്റെ അടയാളങ്ങളെ തിരിച്ചറിയാൻ. ഞാൻ ഈ സാഹചര്യത്തിൽ 1-2 പുസ്തകങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത കാലത്ത് ഷെവലിയർ ബെന്നി പുന്നത്ര എഴുതിയ കാലത്തിൻ്റെ അടയാളങ്ങൾ, അതിൻ്റെ പുതിയ പതിപ്പിലൂടെ തീർച്ചയായിട്ടും ഈ വലിയ സത്യങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അടുത്ത് തന്നെ സോഫിയ ബുക്സ് പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന വാഗ്ദാന പേടകം എന്ന് പറയുന്ന ജപമാല സഖ്യത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പുസ്തകം, അവിടെയും എന്തുകൊണ്ട് ഈ മരിയ ഭക്തി മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങളിലൂടെ അമ്മ എന്ത് വെളിപ്പെടുത്തുന്നു എന്ന സത്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നുണ്ട്. അതുകൊണ്ട് ഒരു വൈകാരികമായ ഓട്ടം, അത്ഭുതങ്ങളുടെ പുറകെ ഓടാതെ, കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം മറിയത്തിൽ ആശ്രയിക്കാതെ സഭാത്മകമായ ഒരു ശൈലി നമുക്ക് വേണം. സഭ അംഗീകരിക്കാത്ത, പഠിപ്പിക്കാത്ത
ഒന്നും തന്നെ മരിയ ഭക്തിയിൽ ഭാഗമാകാൻ പാടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്വർഗത്തിൻ്റെ ഈ സർവ്വസൈന്യാധിപയെ നമ്മൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ശ്രമിക്കുമ്പോൾ ഈ അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ആരാധനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, ഞങ്ങളുടെ രക്ഷിക്കണമേ, അങ്ങയുടെ മുഖം പ്രകാശിക്കണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് നമുക്ക് ആരാധനയിലൂടെ പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ ആരാധന, രാജാധിരാജാവിനാരാധന, എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യൻ നീയേ, പാടുന്നു ഞാൻ അങ്ങേയ്ക്കാരാധന. യേശുവിൻ നാമത്തിൽ ആരാധന, രാജാധിരാജാവിനാരാധന, എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യൻ നീയേ, പാടുന്നു ഞാൻ അങ്ങേയ്ക്കാരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ ആരാധന, രാജാധിരാജാവിനാരാധന, എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യൻ നീയേ, പാടുന്നു ഞാൻ അങ്ങേയ്ക്കാരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുവിൻ്റെ തിരുസന്നിധാനം ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഈശോ പിറന്നു വീണപ്പോൾ ഈശോയുടെ മുൻപിൽ മുട്ടുകുത്തിയ വിശുദ്ധ യൗസേപ്പ് പിതാവും പരിശുദ്ധ അമ്മയും ആദ്യമായ ദിവ്യകാരുണ്യ ആരാധന, സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ മഹാ അത്ഭുതം ഇന്ന് ഇപ്പോൾ ഇവിടെയും സംഭവിക്കുകയാണ്. സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ഈശോ ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഈശോ വീണ്ടും വരും. അവൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നു. യേശുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് പറയുമ്പോൾ
ഈശോ ഇപ്പോൾ ഇവിടെ ഇല്ല എന്നർത്ഥമാക്കുന്നില്ല. വാനമേഘങ്ങളിൽ ആഘോഷമായി വിധിയാളനായി വരുന്ന യേശുവിൻ്റെ രണ്ടാം വരവ് വരെ ഈശോ ഈ തിരുവോസ്തിയിൽ, ഈ ദിവ്യകാരുണ്യത്തിൽ നമ്മുടെ മധ്യേ ജീവിക്കുന്നുണ്ട്. കാനായിലെ വിവാഹ വിരുന്നിൽ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയിൽ, പ്രശ്നത്തിൽപ്പെട്ട വേദനാജനകമായ ഒരു അനുഭവത്തിൽ ആ കുടുംബത്തെ, ആ വ്യക്തികളെ ഈശോയുടെ അരികിലേക്ക് പരിശുദ്ധ അമ്മ കൊണ്ടുപോയതുപോലെ ഇപ്പോൾ ഈ ലോകത്തിലുള്ള സകല മനുഷ്യരെയും അമ്മ ഈ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് കൊണ്ടുവരികയാണ്. അവൾക്കറിയാം ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. അവൾക്കറിയാം കർത്താവ് അരുൾ ചെയ്തത് നിറവേറും. അവൾക്കറിയാം അവളുടെ പ്രിയപുത്രനായ യേശു ക്രിസ്തുവാണ് കർത്താവും രക്ഷകനും. അവന് അസാധ്യമായി ഒന്നുമില്ല. അവന് അസാധ്യമായി ഒന്നുമില്ല. അവൻ അരുൾ ചെയ്യുന്നത് സംഭവിക്കും. അവൻ്റെ സ്വരം കേൾക്കാൻ, അവൻ്റെ കരസ്പർശനം അനുഭവിക്കാൻ അമ്മ ഇതാ നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. ധാരാളം പേർ ദുഃഖത്തിൻ്റെ പാനപാത്രം പേറി ഇന്ന് ലോകത്തിൽ ജീവിക്കുന്നു. ഒരു മഹാമാരിയുടെ ഭീകരമായ താണ്ഡവത്തിൽ ധാരാളം വ്യക്തികളും കുടുംബങ്ങളും, ലോകം ഒന്നാകെ വേദനിക്കുന്ന ഒരു കാലം. പ്രിയമുള്ളവരെ, നമ്മുടെ മേൽ കരുണ വർഷിക്കുന്ന കർത്താവിൻ്റെ അത്ഭുതകരമായ ഈ സാന്നിധ്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണ വർഷിക്കണമേ എന്ന് എനിക്ക് യാചിക്കാം. കർത്താവും ദൈവവുമായ കർത്താവിൻ്റെ അത്ഭുതകരമായ ഈ സാന്നിധ്യത്തിൻ്റെ മുൻപിൽ ഇപ്പോൾ അവിടുത്തെ നമ്മൾ പാടി സ്തുതിക്കുകയാണ്. ഹൃദയം തുറന്ന് പരിശുദ്ധ അമ്മയോടും മാലാഖമാരോടും ചേർന്ന് എല്ലാ ഹൃദയങ്ങളും ഉണർന്ന പരിശുദ്ധ ദിവ്യകാരുണ്യത്തെ നമ്മൾ ആരാധിക്കുകയാണ്. കർത്താവെ, ഈ സമയം ആരാധനയിൽ പങ്കെടുക്കുന്ന, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന സകല കുടുംബങ്ങളിലേക്കും, സകല വ്യക്തികളുടെയും ജീവിതത്തിലേക്ക്, സകല സമൂഹങ്ങളിലേക്ക്, ലോകം മുഴുവനിലേക്കും ഇപ്പോൾ ഈ നിമിഷത്തിൽ കർത്താവെ അങ്ങ് സജീവമായി കടന്നു വരണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. രോഗസൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. പൈശാചിക ആധിപത്യങ്ങൾ വിട്ടുപോകട്ടെ. തിന്മയുടെ ദുരാത്മാക്കൾ വിട്ടുപോകട്ടെ. അടിച്ചമർത്തപ്പെട്ടവർ ഉണരട്ടെ. മാനസികമായി തകർന്നവർ ഉണരട്ടെ. ശാരീരികമായി തളർന്നുപോയവർ ഉണരട്ടെ. സാമ്പത്തിക തകർച്ചയെ അതിജീവിക്കട്ടെ. പുതുക്കി പണിയണമേ, പുനരുദ്ധരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയേ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയേ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. എല്ലാവരും വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. കർത്താവേ, അങ്ങയുടെ ശക്തി, അങ്ങയുടെ അധികാരം, കർത്താവായ ദൈവമേ, ഞങ്ങളെ സൃഷ്ടിച്ചവനെ, അങ്ങേക്കുള്ളതുപോലെ അധികാരം മറ്റാർക്കാണ് ഈ ലോകത്തിൽ? കർത്താവേ, ഞങ്ങളുടെ മേൽ അങ്ങയുടെ അധികാരത്തിൻ്റെ ശക്തി അയക്കണമേ. ഞങ്ങളെ ഉണർത്തണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ. ഏറ്റുപറയാം
യേശുവിനെ കർത്താതി കർത്താവിനെ വിശ്വസിക്കാം, യേശുവിനെ ഏകരക്ഷകനെ ഏറ്റുപറയാം, കർത്താവിനെ കർത്താതി കർത്താവിനെ ആരാധിക്കാം, യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം, ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം, യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം, ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം, യേശു ക്രിസ്തുവിനെ ആരാധിക്കട്ടെ. അധികാരമുള്ളവനെ ശക്തിയുള്ളവനെ വണങ്ങിയിടട്ടെ. അവന്റെ മുൻപിൽ സകലതും വിട്ടുകൊടുക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, അങ്ങ് മാത്രമാണ് ഏക കർത്താവ്, അങ്ങ് മാത്രമാണ് ഏക രക്ഷകൻ. ഈ രാത്രിയുടെ യാമത്തിൽ ഞങ്ങൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. യേശുവേ, ശക്തി അയക്കണമേ. വിശ്വസിച്ചുകൊണ്ട് അങ്ങയെ വിളിക്കുന്ന ദൈവമക്കളുടെ മേൽ ഇപ്പോൾ കർത്താവേ അങ്ങയുടെ അത്ഭുതകരമായ ശക്തി അയക്കണമേ. ഹല്ലേലൂയ. കരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, അങ്ങ് മാത്രമാണ് രക്ഷകനെന്ന്, അങ്ങ് മാത്രമാണ് ദൈവമെന്ന്, അങ്ങ് മാത്രമാണ് കർത്താവെന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. യേശുവേ, നെടുവീർപ്പോടും കണ്ണുനീരോടും കൂടെ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന അനേക ലക്ഷങ്ങൾ കർത്താവേ ഇപ്പോൾ അങ്ങയുടെ തിരുസന്നിധിയിൽ വിലപിച്ചുകൊണ്ട് വേദനയോടെ വിളിക്കുമ്പോൾ യേശുവേ അങ്ങ് കടന്നു വരണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് കർത്താവേ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. യേശുവേ, യേശുവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മ കാനായിലെ വിവാഹ വിരുന്നിൽ എന്നതുപോലെ ഞങ്ങൾ ഓരോരുത്തരുടെയും പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ അങ്ങയുടെ സന്നിധിയിൽ ഇപ്പോൾ അറിയിക്കുന്നുണ്ടല്ലോ. ഈശോയെ, അങ്ങ് സംസാരിക്കണമേ. കർത്താവേ, അങ്ങ് അരുളി ചെയ്യണമേ. കർത്താവേ, അങ്ങ് അരുളി ചെയ്യണമേ. ഹല്ലേലൂയ. കർത്താവായ യേശുവിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യത്തിൻ്റെ ശക്തിയാൽ അനേകർ സൗഖ്യം പ്രാപിക്കുന്നത് വിശുദ്ധ സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു. രോഗികൾ, പിശാച് ബാധിതർ, പലവിധത്തിൽ അടിമത്തങ്ങളും തകർച്ചകളും അനുഭവിച്ചവർ, അവരെയെല്ലാം അവർ യേശുവിൻ്റെ അരികിൽ കൊണ്ടുവന്നു. അവൻ അവരെയെല്ലാം സുഖപ്പെടുത്തി. യേശുവേ, ഞങ്ങൾക്കിന്ന് വിമോചനം ആവശ്യമാണ്, ഞങ്ങൾക്കിന്ന് സൗഖ്യം ആവശ്യമാണ്. കർത്താവേ, ഞങ്ങളിൽ പലരും ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ ഒന്ന് പൊട്ടിക്കരയാൻ പോലും സാധിക്കാത്ത രീതിയിൽ പൂട്ടപ്പെട്ട അവസ്ഥയിലാണ്. കർത്താവേ, ഞങ്ങൾക്കിന്ന് അങ്ങയെ അനുഭവിക്കാനോ അങ്ങയെ തിരുവോസ്തിരൂപനായി സ്വീകരിക്കാനോ സാധിക്കാത്ത അവസ്ഥയിലാണ്. ഇപ്പോൾ കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. കർത്താവേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന ഈ ദൈവമക്കളിലേക്ക് കടന്നു വരണമേ. ഈശോ, അങ്ങയുടെ സന്നിധിയിൽ ലോകം മുഴുവനെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ചും കർത്താവായ ഈശോയെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുമക്കളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ഈശോയെ, ഈ പ്രത്യേക സാഹചര്യത്തിൽ വീടുകളിൽ അടയ്ക്കപ്പെട്ട് കഴിയുന്ന ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. കർത്താവേ, അവരുടെ വളർച്ച ഈശോയെ, ഒരർത്ഥത്തിൽ അവർ വളരെയേറെ ഒതുങ്ങിപ്പോകുന്നല്ലോ. കൂട്ടുകാരോടൊത്ത് കളിച്ചുല്ലസിക്കേണ്ടവർ, ദേവാലയങ്ങളിൽ പാറിപ്പറക്കേണ്ടവർ, അവരിന്ന് വീടുകളിൽ ഈശോയെ
അവരുടെ പഠനം, അവരുടെ ആരോഗ്യം, അവരുടെ ഭാവി. കർത്താവേ, ഈ ദുഃഖപൂരിതമായ ഈ ശൂന്യതയുടെ സാഹചര്യത്തിലും ഞങ്ങൾക്കുറപ്പുണ്ട്, ഞങ്ങളുടെ കുഞ്ഞുമക്കളെ അങ്ങ് കൈവിടുന്നില്ല. കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് അങ്ങ് തിരുവചനത്തിലൂടെ പറയുന്നത് ഞങ്ങൾ ശ്രമിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ എല്ലാ കുഞ്ഞുമക്കളെയും ഇപ്പോൾ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് അവരെ കരങ്ങളിൽ എടുക്കണമേ. കർത്താവെ, ഈ ദിവസങ്ങളിൽ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന കുഞ്ഞുമക്കൾ തുടങ്ങി കർത്താവെ, ഓരോ പ്രായവും മുന്നിട്ട് ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും എത്തിയേ കർത്താവെ, ഈ കാലഘട്ടത്തിൻ്റെ വേദനകൾ പേറുന്ന ഞങ്ങളുടെ മക്കളെ ഇപ്പോൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ കർത്താവെ, അനുഗ്രഹിക്കണമേ. യേശുവെ, അനുഗ്രഹിക്കണമേ. അവരുടെ മേൽ കൃപ ചൊരിയണമേ. നിന്മനം ഇളകാതെ, നിന്മനം പതറാതെ, നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്മനമിളകാതെ, നിന്മനം പതറാതെ, നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. ഞങ്ങളുടെ എല്ലാ കുഞ്ഞുമക്കളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി കർത്താവെ ദിവ്യകാരുണ്യത്തിൽ സമർപ്പിക്കുന്നു. കർത്താവെ, യുവതി യുവാക്കളായ ഞങ്ങളുടെ മക്കളെ അങ്ങ് ഇപ്പോൾ കാണണമേ. ഈ പ്രത്യേക കാലഘട്ടത്തിൽ അവർ നേരിടുന്ന പ്രതിസന്ധികൾ അനവധിയാണ്. പലരും മാനസികമായി തളർന്നു പോയിരിക്കണം. വളരെയേറെ പേർ വിശ്വാസത്തിൽ പ്രതിസന്ധികൾ നേരിടുന്നു. ഏറെ പേർക്ക് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നു, പഠനത്തിൽ ബുദ്ധിമുട്ടുന്നു, മാനസികമായി തളരുന്നു. കർത്താവേ, യൗവനം കഴുകൻ്റേതുപോലെ നവീകരിക്കുമെന്ന കർത്താവിൻ്റെ വചനം ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോൾ ഈ പ്രത്യേക കാലത്ത് വേദനിക്കുന്ന, നിരാശയിൽ കഴിയുന്ന, അടിമത്വങ്ങളിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന, വിശ്വാസ പ്രതിസന്ധികളിൽ കഴിയുന്ന ഞങ്ങളുടെ എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. കർത്താവ്, ഈ കാലഘട്ടത്തിലും അങ്ങയിൽ വിശ്വസിച്ചുകൊണ്ട് ഹൃദയത്തിൽ അഗ്നിജ്വാലയുമായി ജ്വലിക്കുന്ന ഞങ്ങളുടെ യുവാക്കളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. യുവജനങ്ങളുടെ മേൽ കർത്താവെ അങ്ങ് കരുണ വർഷിക്കണമേ. കർത്താവെ, അങ്ങയുടെ യൗവനം ഞങ്ങൾ ഓർക്കുന്നു. പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ അങ്ങേക്ക് 30 വയസ്സായിരുന്നുവെന്ന ദൈവവചനം ഞങ്ങൾ ഓർക്കുന്നു. യൗവന കാലഘട്ടവും അങ്ങ് ഈ ലോകത്തിൽ കത്തിജ്വലിച്ചതുപോലെ ഞങ്ങളുടെ യുവജനങ്ങളെ തീപിടിപ്പിക്കണമേ. വിശ്വാസത്തിൻ്റെ അഗ്നി കർത്താവെ അവരുടെ മേൽ ജ്വലിക്കട്ടെ, അവരുടെ ഹൃദയങ്ങളിൽ ജ്വലിക്കട്ടെ. അവരുടെ കാലുകളെ ആത്മാവിൻ്റെ അഭിഷേകത്താൽ ചിറകുകളുള്ളാക്കി മാറ്റണമേ. അവർ ഈ ലോകത്തിൽ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുന്നവരായി മാറട്ടെ. സകല യുവജനങ്ങളുടെയും മേൽ യേശുവേ കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം. ഈശോയേ വരണമേ, ഈശോയേ വരണമേ, ഈശോയേ വരണമേ, ഈശോയേ വരണമേ. സകല യുവജനങ്ങളെ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് അമ്മയുടെ ഈ ദിവ്യകാരുണ്യ ഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ. വിവാഹ ജീവിതത്തിന് തടസ്സം നിൽക്കുന്നവർ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, പഠനത്തിൽ പ്രതിസന്ധിയുള്ളവർ, പലവിധ അടിമത്തങ്ങൾ പെട്ടുപോയവർ വിടുതൽ പ്രാപിക്കട്ടെ, വിമോചനം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
കർത്താവായ ഈശോയേ, ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബങ്ങളിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, പ്രായാധിക്യത്താൽ വിശ്രമിക്കുന്ന മാതാപിതാക്കൾ, കർത്താവേ, അവരെ സമർപ്പിക്കുന്നു ഈശോയെ. പ്രത്യേകിച്ചും പ്രായത്തിൻ്റെ പ്രതിസന്ധികളിൽ കഴിയുന്നവർ, രോഗപീഠകളിൽ കഴിയുന്നവർ, അവരുടെ ജീവിതത്തിൽ നിന്ന് അവർ നേരിടുന്ന മാനസികമായ അസ്വസ്ഥതകൾ, പുറം ലോകം കാണാൻ പറ്റാതെ വീർപ്പുമുട്ടുന്ന അവസ്ഥ, ഈശോയെ അവരെ സ്പർശിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് കൃപ നൽകണമേ. പ്രായം മൂലം വിശ്രമിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളിലെ ഞങ്ങളുടെ പൂർവികരെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ അഗ്നി വർഷിക്കണമേ, ആത്മാവിൻ്റെ അഗ്നി വർഷിക്കണമേ. സാമ്പത്തിക തകർച്ചകളിൽ നിന്ന്, രോഗപീഠകളിൽ നിന്ന് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. പരസ്പര വിദ്വേഷത്തിൻ്റെയും കലഹത്തിൻ്റെയും ദുഷ്ട അരൂപികൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നശിച്ചു പോകട്ടെ, തകർന്നു പോകട്ടെ. പൈശാചികാധിപത്യങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളെ വിട്ടുപോകട്ടെ. കർത്താവെ, ഞങ്ങളുടെ ഇടവകകളെ, ഞങ്ങളുടെ സമൂഹത്തെ, ദേശത്തെ അനുഗ്രഹിക്കാൻ കടന്നു വരണമേ. കർത്താവെ, സഭയെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പിതാവിനെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ മെത്രാന്മാരെയും മെത്രാപ്പോലിത്തമാരെയും അനുഗ്രഹിക്കണമേ. വൈദികരെയും സന്യസ്തരെയും അൽമായ പ്രേക്ഷിതരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, സഭ ഒരു പുത്തൻ ഉണർവ് പ്രാപിക്കാൻ ആത്മാവിൻ്റെ അഭിഷേകം ചൊരിയണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ സമർപ്പിക്കുന്ന ഈ പുണ്യനിമിഷങ്ങളിൽ അത്ഭുതകരമായി അങ്ങ് ഇടപെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അത്ഭുതകരമായി ഇടപെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച, ഞങ്ങൾക്ക് വേണ്ടി കരം പിരിച്ച് അങ്ങയുടെ മുൻപിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മയെ ഞങ്ങൾ കാണുന്നു. അനായിലെ കല്യാണ വിരുന്നിൽ പ്രതിസന്ധിയിൽപ്പെട്ട കുടുംബത്തെയും അങ്ങയെയും നിങ്ങൾ ഈ രണ്ട് വിഭാഗത്തിൻ്റെയും നടുവിൽ നിന്നുകൊണ്ട് വലിയ വിജയം നേടിക്കൊടുത്ത, അങ്ങയിൽ നിന്ന് അനുഗ്രഹത്തിൻ്റെ പേമാരി ആ ഭവനത്തിൽ വർഷിക്കപ്പെട്ട അമ്മ ഇന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ചും കോവിഡ് ബാധ മൂലം മരിച്ച പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ആത്മാക്കളെ നിത്യശാന്തി നൽകി അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഇപ്പോൾ രോഗം മൂലം കഷ്ടപ്പെടുന്നവർക്ക് സൗഖ്യം നൽകണമേ. ഈശോയെ, വിമോചനം നൽകണമേ. കർത്താവെ, രക്ഷിക്കണമേ. ഈ മഹാമാരി കർത്താവെ, അങ്ങയുടെ അത്ഭുതകരമായ ഇടപെടലിലൂടെ അന്ത്യം വരുത്തണമേ. ഞങ്ങളുടെ നേതാക്കന്മാരെ അനുഗ്രഹിക്കണമേ. രാഷ്ട്രത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നയിക്കുന്ന എല്ലാ നേതാക്കന്മാരെയും കർത്താവെ, അങ്ങയുടെ ആത്മാവിൻ്റെ വെളിച്ചം കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഈശോയെ, ഈ രാത്രിയിൽ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ എല്ലാ നിയോഗങ്ങളും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഹല്ലേലൂയ. യേശുവിൻ്റെ ആശീർവാദത്തിനായി നമുക്കൊരുങ്ങാം. കർത്താവ് നമ്മെ ആശീർവദിക്കുന്ന പുണ്യ നിമിഷങ്ങളിൽ വിശ്വസിക്കുക. അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ദേശത്തിൽ, എൻ്റെ ഇടവകയിൽ, സഭയിൽ, ലോകത്തിൽ ഇന്ന് ഇപ്പോൾ അത്ഭുതം പ്രവർത്തിക്കും. ആമീൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ഈശോയെ ആരാധന. യേശുവേ രക്ഷക, കർത്താവേ നാഥനേ, യേശുവേ രക്ഷക, കർത്താവേ നാഥനേ, യേശുവേ രക്ഷക, കർത്താവേ നാഥനേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ
ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും.